പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നീക്കം അൻവറിന് നൽകുന്നത് രാഷ്ട്രീയമായി വലിയ ഊർജമാണ്. രാഷ്ട്രീയമായി ഇതുവരെ നേരിട്ട തിരിച്ചടികളെ മറികടക്കാൻ പോലീസ് നടപടി അൻവറിന് സഹായമാകുമ്പോൾ ആത്യന്തികമായി അത് ദോഷം ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാകും. മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കൾ പോലും രാത്രി വീട് വളഞ്ഞ് പി വി അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതിഷേധവും പൊതുമുതൽ നശിപ്പിക്കലുമുണ്ടായാൽ ഉദ്ഘാടകനായ ജനപ്രതിനിധിയെ അന്നേ ദിവസം രാത്രി തന്നെ വീട് കയറി അറസ്റ്റ് ചെയ്ത ചരിത്രവും കുറവാണ്. അൻവറാകട്ടെ വീണ് കിട്ടിയ അവസരം പരമാവധി ഉപയോഗിക്കുകയും ചെയ്തു. വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരെ തുടങ്ങിയ ജനകീയ യാത്ര വേണ്ട പോലെ ജനശ്രദ്ധ നേടാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു നിലമ്പൂർ ഉൾവനത്തിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചത്. UDF നേതാക്കൾ യാത്രയിൽ നിന്ന് വിട്ടുനിന്നതിന്റെ ക്ഷീണം അൻവർ മറികടക്കാൻ ശ്രമിച്ചത് ഈ പ്രതിഷേധ പ്രകടനത്തിലൂടെയായിരുന്നു. എന്നാൽ അതിന് അൻവർ പ്രതീക്ഷിച്ചതിലുമപ്പുറം വാർത്താ പ്രാധാന്യം നൽകാൻ എല്ലാ സഹായവും നൽകിയത് കേരള പോലീസ് തന്നെയാണ്. വലിയ പോലീസ് സന്നാഹം തന്നെ അൻവറിന്റെ വീട് വളഞ്ഞതോടെ രാഷ്ട്രീയമായി അറസ്റ്റിനെ ഉപയോഗിക്കുവാൻ അൻവറും പരമാവധി ശ്രമിച്ചു. അറസ്റ്റ് വൈകിപ്പിച്ചും മാധ്യമങ്ങളോട് പ്രതികരിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഹ്വാനങ്ങൾ നടത്തിയും അൻവർ രക്തസാക്ഷി പരിവേഷം ഏറ്റുവാങ്ങി. രാത്രി പെട്ടെന്ന് അഭിഭാഷകനെ കണ്ടെത്താനാകുന്നില്ല എന്ന് പറഞ്ഞ് ജാമ്യത്തിന് ശ്രമിക്കാതെ ജയിലിലേക്ക് കൂടി പോയതോടെ അൻവറിന്റെ പ്രതിച്ഛായ ജനകീയ പ്രശ്നത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജയിലിൽ പോയ നേതാവിന്റേതായി മാറി. ഇതുവരെ അൻവറിനെ പരിപൂർണമായി പിന്തുണയ്ക്കാത്ത UDF നേതാക്കൾക്ക് പോലും അൻവറിനെതിരായ പോലീസ് നടപടിയെ വിമർശിക്കേണ്ടി വന്നു. ജയിലിനകത്തു നിന്നും പുറത്തെത്തുന്ന അൻവറിനെ പഴയ പോലെ അവഗണിക്കാനും UDFനാകില്ല. രാഷ്ട്രീയ അഭയാർത്ഥിയായി കേരളത്തിൽ അലഞ്ഞു തീരുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിച്ച പി വി അൻവറിന് പോലീസിന്റെ തിടുക്കത്തിലുള്ള നടപടി നൽകിയത് പുതുജീവനാണ്. ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പോലീസിന്റെ നടപടി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ഇടതു നേതൃത്വം പറയുമ്പോഴും വീണുകിടന്ന അൻവറിന് പിടിച്ചുകയറാൻ കയറിട്ട് കൊടുക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പോലീസ് നടപടിയെന്ന് ഇടതുപക്ഷ പ്രവർത്തകർ പോലും വിലയിരുത്തുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, News 18.